എവരിവൺ. ക്ലാസ് 10 മാത്സ് ടാൻജൻസ് തൊടുവരകൾ എന്ന ചാപ്റ്ററിന്റെ ക്ലാസ്സാണ് നാം ഇന്ന് എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ സർക്കിളിനെ, ഒരു വൃത്തത്തിനെ പുറത്തുനിന്ന് ഉള്ള ഒരു പോയിന്റിൽ കൂടി എങ്ങനെ ടാൻജന്റ് വരയ്ക്കാം എന്നുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ചെയ്യുന്നത്. പേജ് നമ്പർ 180 കൺസ്ട്രക്ഷൻ പ്രോബ്ലംസും നാം ഇതോടൊപ്പം ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്ററിന്റെ വർക്ക്ഷീറ്റുകൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കഴിഞ്ഞ ക്ലാസ്സുകളുടെ SSLC മാത്സ് എന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ക്ലാസ് കണ്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ലളിത ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ മക്കളെ, നമ്മള് അടുത്ത സെക്ഷനാണ്. സർക്കിളിലെ ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ടാൻജന്റ് വരയ്ക്കാൻ നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചതാണ്. ഒന്ന് റേഡിയസ് ഉപയോഗിച്ചുകൊണ്ടും, അതായത് സെന്റർ ഉപയോഗിച്ചുകൊണ്ട് റേഡിയസിനെ പെർപെൻഡിക്കുലർ വരച്ചുകൊണ്ട്, അല്ലെ. മറ്റൊന്ന് സെന്റർ അറിയാത്ത സർക്കിളിലും ടാൻജന്റ് വരയ്ക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ക്ലിയർ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സർക്കിളിലെ ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ടാൻജന്റ് എന്നതിനും അപ്പുറം സർക്കിളിന്റെ ടാൻജന്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഔട്ട്സൈഡിലുള്ള ഒരു പോയിന്റിൽ നിന്നാണ്. പുറത്തു നിന്നുള്ള ഒരു പോയിന്റിൽ കൂടി സർക്കിളിലേക്ക് എങ്ങനെ ടാൻജന്റ് വരയ്ക്കാം, അത് എത്ര എണ്ണം വരയ്ക്കാൻ സാധിക്കും, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പുറത്തു നിന്നുള്ള ഈ പോയിന്റിൽ കൂടി കടന്നു പോകുന്ന എത്ര ലൈൻസ്, എത്ര വരകൾ വരയ്ക്കാൻ നമുക്ക് സാധിക്കും? ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്ന അനവധി വരകൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും, അല്ലേ? ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്ന അനവധി വരകൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. കണ്ടോ? അനവധി വരകൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇതിൽ എത്ര എണ്ണം ടാൻജന്റ് ഈ സർക്കിളിനെ തൊട്ടുകൊണ്ട് കടന്നു പോകുന്നതുണ്ട്? സർക്കിളിനെ തൊട്ടുകൊണ്ട് കടന്നു പോകുന്ന ടാൻജന്റ് എത്ര എണ്ണം വരയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സർക്കിളിനെ തൊട്ടുകൊണ്ട് കടന്നു പോകുന്ന ടാൻജന്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണേ വരയ്ക്കാൻ സാധിക്കും. കണ്ടോ? ഈ A എന്ന പോയിന്റിൽ കൂടെയും B എന്ന പോയിന്റിൽ കൂടെയും. വൃത്തത്തിന് പുറത്തുള്ള P എന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് നിങ്ങൾ വരകൾ വരയ്ക്കുകയാണെങ്കിൽ അതിലെ രണ്ട് വരകൾ മാത്രമേ, രണ്ട് ലൈൻസും മാത്രമേ ഈ സർക്കിളിന്റെ ടാൻജൻസ് ആയിട്ട് വരുള്ളൂ. അനവധി ലൈൻസ് വരയ്ക്കാമെങ്കിലും അതിൽ രണ്ടെണ്ണം മാത്രമേ ടാൻജൻസ് ആയിട്ട് വരികയുള്ളൂ. അതായത് നമ്മുടെ പോയിന്റ് വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ വരയ്ക്കാം എന്നുള്ളതാണ്. ക്ലിയർ? രണ്ട് തൊടുവരകൾ PA, PB എന്നീ തൊടുവരകൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇനി ഇത് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. ആ പുറത്തുള്ള ഒരു സർക്കിള് തന്നിട്ട് പുറത്തുള്ള ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ലൈൻ ടാൻജന്റ് എങ്ങനെയാണ് ഇതിലേക്ക് വരയ്ക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഡിസ്കഷൻ. ക്ലിയർ? എങ്ങനെ വരയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. നോക്കൂ മക്കളെ, O സെന്ററായ, O കേന്ദ്രമായ ഒരു വൃത്തമാണ് വരച്ചിരിക്കുന്നത്. ഈ വൃത്തത്തിന് പുറത്തുള്ള ഒരു പോയിന്റാണ് P. ഈ Pയിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവര വരയ്ക്കാൻ എങ്ങനെ വരയ്ക്കാം എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ Pയിൽ നിന്ന് തൊടുവര വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ തൊടുവരയും ഈ തൊടുന്ന ബിന്ദുവിലൂടെയുള്ള ആരവും ലംബമാണ് എന്നറിയാം, അല്ലേ? അതായത് ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെയും 90 ഡിഗ്രിയാണ്. അതായത് നിങ്ങൾ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിന് പുറത്തു നിന്ന് നിങ്ങൾ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈൻ ഇവിടെയുള്ള ഈ വരയുമായി ഉണ്ടാക്കുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. 90 ഡിഗ്രി വരത്തക്ക വിധത്തിൽ നിങ്ങൾ അനവധി ലൈൻസ് ഈ സർക്കിളിൽ കൂടി കടന്നു പോകുന്നത് വരച്ചു നോക്കുക. നോക്കൂ, പോയിന്റിൽ കൂടി കടന്നു പോവുകയും വേണം, ഈ സെന്ററിൽ കൂടി കടന്നു പോവുകയും വേണം. അത്തരം രണ്ട് ലൈൻസ് 90 ഡിഗ്രി വരത്തക്ക വിധത്തിൽ ഞാൻ കുറെ വരകൾ ഇവിടെ വരച്ചിരിക്കുകയാണ്. എല്ലാ ആംഗിളും 90 ആണ് എന്ന് വിചാരിക്കുക. ഇതിൽ ഏതാണ് ടാൻജന്റ് എന്ന് പറയുന്നത്? ഈ ലൈൻ ആരവുമായിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കുമ്പോൾ മാത്രമേ, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇത് വ്യാസമായിട്ട് വരയ്ക്കുന്ന അർദ്ധവൃത്തത്തിലെ കോണുകളൊക്കെ 90 ഡിഗ്രിയാണ്, അല്ലെ? അർദ്ധവൃത്തത്തിലെ സെമി സർക്കിളിലെ ആംഗിൾസ്. അതായത് നിങ്ങൾക്ക് ഇത് വ്യാസമായിട്ട് ഒരു അർദ്ധവൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഈ സർക്കിളുമായി കൂട്ടിമുട്ടുന്ന ആ പോയിന്റ്, അതിൽ കൂടിയല്ലേ റേഡിയസ് കടന്നു പോകുന്നത്, അല്ലേ? അതായത് നമ്മൾ പറഞ്ഞത് PO ഡയമീറ്റർ, PO വ്യാസമായിക്കൊണ്ട് നമ്മൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഈ സർക്കിൾ, രണ്ട് സർക്കിളും കൂട്ടിമുട്ടുന്ന, ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് നമുക്ക് കിട്ടും. ആ പോയിന്റ് ആയിരിക്കും തൊടുന്ന ബിന്ദു, അല്ലെ? ടാൻജൻഷ്യൽ പോയിന്റ്. Pയിൽ നിന്ന് അതിലേക്ക് യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും?
നിങ്ങൾക്ക് ടാൻജന്റ് കിട്ടും എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഈ PO വ്യാസമായിക്കൊണ്ട് നമ്മളൊരു സർക്കിൾ കംപ്ലീറ്റ് ആക്കണം എന്നുള്ളതാണ്. സർക്കിൾ കംപ്ലീറ്റ് ആക്കണം. കോമ്പസ് ഒക്കെ യൂസ് ചെയ്ത് കൃത്യമായി അളവെടുത്ത് സർക്കിൾ കംപ്ലീറ്റ് ആക്കാം. ഈ രണ്ടാമത്തെ സർക്കിൾ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമുക്ക് എവിടെ കോമ്പസ് കുത്തണം, സെന്റർ എവിടെയാണെന്ന് അറിയണം അല്ലേ? അതിനാണ് നിങ്ങൾ PO എന്ന ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം കേട്ടോ. അങ്ങനെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് റേഡിയസ് ആയിക്കൊണ്ട് നിങ്ങൾ സർക്കിൾ വരച്ചാൽ നിങ്ങൾക്ക് രണ്ട് സർക്കിളും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടും. ആ പോയിന്റിലേക്ക് നിങ്ങൾ ടാൻജന്റ് വരച്ചാൽ നമ്മുടെ ആദ്യത്തെ സർക്കിളിന്റെ ടാൻജന്റ് തൊടുവരയായിരിക്കും അത്. ക്ലിയർ അല്ലേ? നമുക്ക് അളവെടുത്തുകൊണ്ട് നമുക്കൊരു ചിത്രം വരച്ചു നോക്കാം. നോക്കൂ, പേജ് 180 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരം റേഡിയസ് 2.5 സെന്റിമീറ്റർ ആയ ഒരു സർക്കിൾ വരച്ച് സർക്കിളിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് അടയാളപ്പെടുത്താം. ആ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജന്റ് വരയ്ക്കുക എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 2.5 സെന്റിമീറ്റർ റേഡിയസ് ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. എല്ലാവരും ചെയ്തു നോക്കൂ. റേഡിയസ് 2.5 സെന്റിമീറ്റർ സർക്കിൾ വരച്ചില്ലേ എല്ലാവരും? റേഡിയസ് 2.5 സെന്റിമീറ്റർ എന്ന് ഞാൻ എഴുതി വയ്ക്കുകയാണ്. ഇത് 2.5 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഈ സർക്കിളിന്റെ സെന്ററിനെ ഞാൻ O എന്ന് കൊടുത്താൽ സെന്ററിൽ നിന്ന് 7 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക എന്നതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ റേഡിയസ് 2.5 ആയിരുന്നു. 7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സർക്കിളിന് പുറമേക്ക് വരും അല്ലേ? എല്ലാവരും 7 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. 7 സെന്റിമീറ്റർ എന്ന് എഴുതുക. ഞാൻ ഈ പോയിന്റിനെ P എന്ന് അടയാളപ്പെടുത്തുക. വൃത്തത്തിന് പുറത്തുള്ള P എന്ന പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്കാണ് തൊടുവരകൾ നമുക്ക് വരയ്ക്കേണ്ടത് അല്ലേ? വെറുതെ സ്കെയിൽ വെച്ച് വരച്ചാൽ അത് തൊടുവരയാവണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് PO എന്ന അകലം അല്ലെ, PO എന്ന ഈ വരയുടെ മിഡ് പോയിന്റ് കണ്ടെത്തണം. PO എന്ന വരയുടെ മിഡ് പോയിന്റ് കണ്ടെത്തണം. എന്നാലേ അവിടെ കോമ്പസ് കുത്തി നമുക്ക് സർക്കിൾ വരയ്ക്കാൻ സാധിക്കുള്ളൂ അല്ലേ? അപ്പൊ PO എന്ന വരയുടെ മിഡ് പോയിന്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാറ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. നമുക്ക് 7 സെന്റിമീറ്റർ ആയതുകൊണ്ട് 3.5 പോയിന്റ് അടയാളപ്പെടുത്താം. പക്ഷേ പലപ്പോഴും 7 എന്ന് വരാറില്ല, 7.5 എന്നൊക്കെയാവും വരിക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആ മിഡ് പോയിന്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരും. നമ്മുടെ കൺസ്ട്രക്ഷനിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളതാണ് ശരിയായ രീതി. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എങ്ങനെയാണ്? ഈ ലൈനിന്റെ രണ്ട് എൻഡ് പോയിന്റിലും, അതായത് ഞാൻ P എന്ന പോയിന്റിൽ കോമ്പസ് കുത്തി നമുക്ക് ഇതിന്റെ പകുതിയേക്കാൾ കൂടുതൽ നീളം എടുത്ത് മുകളിൽ ആർക്കിട്ടു, അതേപോലെ താഴെയും ആർക്കിട്ടു. ഇതേ അകലത്തിൽ ഇവിടെയും സെൻട്രലും കോമ്പസ് കുത്തി ആർക്ക് കട്ട് ചെയ്യുക. ഈ രണ്ട് പോയിന്റും ചേർത്ത് ലൈൻ വരയ്ക്കണം. ഈ മിഡ് പോയിന്റിൽ നിന്ന് ഇതുവരെയുള്ള അകലം തന്നെയായിരിക്കും തിരിച്ച് ഇങ്ങോട്ടുള്ള അകലം. ഇനി നിങ്ങൾ സർക്കിൾ വരച്ചോളൂ. നമുക്ക് ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് നമുക്ക് സർക്കിൾ കംപ്ലീറ്റ് ആക്കാം, അല്ലെങ്കിൽ ഈ ഭാഗത്തെ മാത്രം ആർക്ക് ഇടാം. നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാം. ഞാനിവിടെ സർക്കിൾ കംപ്ലീറ്റ് ആക്കുകയാണ്. ആക്കിയിരിക്കുകയാണ്. ഈ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ രണ്ടാമത്തെ സർക്കിള് ആദ്യത്തെ സർക്കിളിനെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്, ഞാൻ ആ പോയിന്റിന് AB എന്ന് പേര് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ പോയിന്റിലേക്ക് Pയിൽ നിന്ന് വരയ്ക്കുന്ന വര PAയും PBയുമായിരിക്കും ആദ്യത്തെ സർക്കിളിന്റെ ടാൻജൻസ്. നോക്കാം. PA PB എന്നിവ വരച്ചിരിക്കുകയാണ്. നിങ്ങൾ PAയുടെ നീളവും PBയുടെ നീളവും ആ തൊടുവരകളുടെ നീളം ഒന്ന് അളന്ന് എഴുതിക്കൊള്ളൂ. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ തൊടുവരകളുടെ നീളം അളന്ന് എഴുതുക എന്ന ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ ടാൻജന്റിന്റെ ലെങ്ത് എഴുതുക എന്ന് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ P മുതൽ A വരെയുള്ള നീളം നിങ്ങൾ ഇവിടെ എടുത്തെഴുതുക. PA = എത്ര എന്ന് എഴുതുക, PB എത്രയാണെന്നും എഴുതി വയ്ക്കുക കേട്ടോ. അത് ക്വസ്റ്റ്യനെ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അതൊരു ശീലമാക്കി മാറ്റുക. കാരണം നിങ്ങൾക്ക് അത് ചിലപ്പോൾ അത് ചെയ്ത് ശീലമില്ലെങ്കിൽ ആ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ചോദ്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പാർട്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മളത് ഒരു മാർക്ക് നമ്മുടെ പോകും. അതുകൊണ്ട് എഴുതിയാലും നമുക്ക് മാർക്കൊന്നും കുറയില്ലല്ലോ. അതിനധികം സമയം വേണ്ട PA എത്ര നീളം ഉണ്ടെന്ന് അറിയാൻ. അത് തന്നെയായിരിക്കും PBയുടെ നീളം അല്ലെ? PA = PB.
അത് എത്രയാണെന്ന് എഴുതി വെക്കുക കേട്ടോ. എ ഈക്വൽ ടു ബി ബി ഈക്വൽ ടു എത്രയാണ് എന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. 6നും 7നും ഇടയ്ക്കുള്ള ഒരു ലെങ്ത് ആയിരിക്കാനാണ് സാധ്യത. നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റേഡിയസ് 3.5 സെന്റിമീറ്റർ, പിന്നെ ഡിസ്റ്റൻസ് 7 സെന്റിമീറ്റർ എന്നുള്ളതാണ്. അത് നമുക്ക് ഇതേപോലെ തന്നെയാണ്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. റേഡിയസ് നമുക്കൊരു 4 സെന്റിമീറ്ററും ഡിസ്റ്റൻസ് 7 സെന്റിമീറ്ററും എടുത്തൊന്ന് വരച്ചു നോക്കൂ. ഇതായിരിക്കും ഇതിന്റെ പ്രത്യേകത. ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കൂ. നോക്കൂ, ഈ ചിത്രത്തിൽ ഞാൻ മുഴുവൻ ചെയ്യുന്നില്ല, മുൻപ് ചെയ്തത് കാരണം. നിങ്ങൾ 4 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ച് 7 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്, പി എന്ന പോയിന്റ്. പിയിൽ നിന്ന് ടാൻജന്റ് വരയ്ക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞത് പി ഒ എന്ന ലൈനിന്റെ വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് മിഡ് പോയിന്റ് കണ്ടെത്താനാണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഇവിടെ പ്രത്യേകതയുള്ളത് സർക്കിളിന്റെ ഉള്ളിലായിരിക്കും ഈ മിഡ് പോയിന്റ് കിട്ടുക എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം റേഡിയസ് 4 ആണ്. തീർച്ചയായിട്ടും ഈ 7ന്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 3.5 വരും അല്ലേ. അതായത് സർക്കിളിന്റെ ഉള്ളിൽ വരും മിഡ് പോയിന്റ്. ക്ലിയർ? ഇനി നിങ്ങൾക്ക് ഇവിടെ ഡിസ്റ്റൻസ് 8 ആണ് തന്നതെങ്കിൽ ഈ സർക്കിളിനോട് ചേർന്നിട്ടാവും ആ ലൈൻ കടന്നു പോയിട്ടുണ്ടാവുക. ക്ലിയർ? സർക്കിളിനോട് ചേർന്നായിരിക്കും പെർപെൻഡിക്കുലർ ബൈസെക്ടർ കടന്നു പോയിട്ടുണ്ടാവുക. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഇത് ഇങ്ങനെ വരുമ്പോൾ ഇത് ഉള്ളിലായിരിക്കും വരിക. 7ഓ 7.5ഓ എത്രയായാലും സർക്കിളിന്റെ ഉള്ളിലായിട്ടായിരിക്കും ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കടന്നു പോയിട്ടുണ്ടാവുക. അത്തരം ഒരു 2-3 ക്വസ്റ്റ്യൻസ് അങ്ങനെ മാറി മാറി ചെയ്ത് നോക്കുക. ഒന്ന് സർക്കിളിന് പുറമേ മിഡ് പോയിന്റ് വരുന്നത്, സർക്കിളിനോട് ചേർന്ന് സർക്കിളിലെ ഒരു പോയിന്റായി മിഡ് പോയിന്റ് വരുന്നത്, സർക്കിളിന്റെ ഉള്ളിലായിട്ട് മിഡ് പോയിന്റ് വരുന്നത്. ഈ 3 തരത്തിലുള്ള പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇവിടെ ഞാൻ സർക്കിളിന്റെ ഈ ഭാഗം മാത്രമേ വരച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാം. ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്യാം. ഈ 2 സർക്കിളും ഈ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് നമുക്ക് ആവശ്യം. ഇതിനെ ഞാൻ എ എന്നും ഇതിന് ബി എന്നും കൊടുത്താൽ പിയിൽ നിന്ന് എ വരെയുള്ള പിയിൽ നിന്ന് എയിലേക്ക് വരയ്ക്കുന്ന ഈ ലൈൻ ആയിരിക്കും പി ബിയും പി എയും ആയിരിക്കും എന്ത് ആദ്യത്തെ സർക്കിളിന്റെ ടാൻജന്റ്. അതായത് പി എ പി ബി എന്നതായിരിക്കും ഈ ആദ്യത്തെ സർക്കിളിന്റെ ടാൻജന്റ്, പിയിൽ നിന്നുള്ള ടാൻജൻസ്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. ഈ കൺസ്ട്രക്ഷൻ, ഈ വര നിങ്ങൾക്ക് 3 മാർക്കോ 4 മാർക്കിനുമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ വരകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുക. എല്ലാതരം വരകളിൽ നിന്നും കോണുകൾ കാണുന്നതിൽ നിന്നും നമുക്ക് ഈ സർക്കിൾ ആയിട്ടുള്ള ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സിൽ നിന്ന് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇവിടെയും പി എ ടാൻജന്റുകളുടെ നീളം അളന്നെഴുതുക. പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു എത്ര ലെങ്ത് ഉണ്ട് എന്നുള്ളത് എഴുതുക കേട്ടോ. ഒരു സർക്കിളിന് പുറത്ത് നിന്ന് ടാൻജന്റ് വരയ്ക്കാൻ എല്ലാവരും പഠിച്ചില്ലേ? നമുക്ക് അടുത്ത സെക്ഷൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.